Hello students, welcome to the next session of Professional Business Skills. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ഏരിയ എന്ന് പറയുന്നത് സൈബർ സ്പേസ് എന്താണെന്നുള്ളതാണ്. നൗ നിങ്ങളെല്ലാവരും ചിലപ്പോൾ ഈ ടെർമിനോളജി കേട്ടിട്ടുണ്ടാവും, സൈബർ സ്പേസ് എന്ന്. സൈബർ സ്പേസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ വെർച്വൽ വേൾഡ് വിച്ച് ഇസ് കണക്റ്റഡ് ബൈ കമ്പ്യൂട്ടേഴ്സ് ബൈ ഡിഫറെൻറ്റ് നെറ്റ്വർക്ക്സ് എല്ലാം കൂടിയിട്ട് ബേസിക്കലി ഇൻ്റർനെറ്റ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ബട്ട് ജനറലി ഇൻ്റർനെറ്റിനേക്കാളും ഇത്തിരി വാസ്റ്റായിട്ട് ഗ്ലോബലി കണക്റ്റഡ് ഒരു നെറ്റ്വർക്ക്, ഒരു വെർച്വൽ വേൾഡിനെയാണ് നമ്മൾ സൈബർ സ്പേസ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ചില മൂവീസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ പറഞ്ഞിട്ടുള്ള വൺസും സീറോസും കൊണ്ടുള്ള വേൾഡ്, കൈൻഡ് ഓഫ് ലൈക്ക് ദാറ്റ്. ബട്ട് മോർ ഓർ ലെസ് ഇറ്റ് സിംപ്ലി സ്റ്റേറ്റ്സ് എ വെർച്വൽ വേൾഡ് വിച്ച് ഇസ് കണക്റ്റഡ് ബൈ കമ്പ്യൂട്ടേഴ്സ്. ഓക്കെ, നമുക്ക് ആ ടെർമിനോളജി കോയിൻ ചെയ്തത് വില്യം ഗിബ്സൺ ആണ്. According to Technopedia, cyberspace is a virtual computer world, and more specifically, it is an electronic medium used to form a global computer network to facilitate online communication. അത് സിംപ്ലി ഒരു നെറ്റ്വർക്കാണ്. ഓക്കെ, ഒരു എല്ലാ അർത്ഥത്തിലും ഒരു നെറ്റ്വർക്കാണ്. ഇറ്റ്സ് എ ലാർജ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് made up of many worldwide computer networks that employ TCP/IP. നിങ്ങൾ ചിലപ്പോൾ TCP/IP എന്ന് പറയുന്നത് പ്രോട്ടോകോൾസ് ആണ്. ഇറ്റ് ഈസ് ദ മീൻസ് ബൈ വിച്ച് ടു കമ്പ്യൂട്ടേഴ്സ് ടോക്ക് ടു ഈച്ച് അതർ. ഓക്കെ, TCP/IP ഒരു ഇറ്റ്സ് കൈൻഡ് ഓഫ് ലൈക്ക് ഇറ്റ്സ് നോട്ട് എ ലാംഗ്വേജ് ആസ് സച്ച്. പക്ഷേ ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഒരു ഇന്ത്യക്കാരനും ഒരു ഇമാജിൻ ഒരു അറബി കൂടി സംസാരിക്കുകയാണ്. ഓക്കെ, ദി സ്പീക്ക് ദെയർ ഓൺ ലാംഗ്വേജസ്. പക്ഷേ ആ ലാംഗ്വേജ് തമ്മിലൊരു കോമണാലിറ്റി, ഒരു ട്രാൻസ്ലേറ്റർ അല്ലെങ്കിൽ അവിടെ നിന്ന് പറയുന്നത് ഇവിടെ മനസ്സിലാവാനും ഇവിടെ നിന്ന് പറയുന്നത് അവിടെ നിന്ന് മനസ്സിലാവാനും ഒരു മീഡിയം വേണം. ഓക്കെ, TCP/IP പ്രോട്ടോകോൾസ് ആണ്, ബേസിക്കലി പ്രോട്ടോകോൾസ് ആണ്, അല്ലെങ്കിൽ റൂൾസ് ദാറ്റ് ബോത്ത് ദ കമ്പ്യൂട്ടേഴ്സ് മസ്റ്റ് ഫോളോ സോ ദാറ്റ് കമ്മ്യൂണിക്കേഷൻ ഇസ് പോസിബിൾ. ഓക്കെ, പിന്നെ കുറേ വേറെ ഫങ്ഷൻസ് ഉണ്ട്. ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാത്തിനും ഈ TCP/IP തന്നെയാണ് വരുന്നത്. സോ ബേസിക്കലി സൈബർ സ്പേസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു നെറ്റ്വർക്ക് തന്നെയാണ്. ഇറ്റ്സ് എ virtual network made up of computers which follow അല്ലെങ്കിൽ which transfer data or communicate using TCP/IP protocols. Okay, അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈബർ എത്തിക്സിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് എത്തിക്സ് എന്ന വാക്ക് നിങ്ങൾക്ക് സെപ്പറേറ്റ്ലി അറിയാം. വാട്ട് ഈസ് എത്തിക്സ്? ഇവനൊരു എത്തിക്സ് ഇല്ലാത്തവനാണ്, അല്ലെങ്കിൽ ഇവൻ്റെ എത്തിക്കൽ സ്റ്റാൻഡേർഡ് അത്യാവശ്യം ഹൈ ആണ് എന്നൊക്കെ പറയുമ്പോൾ ഒരു എത്തിക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് സിംപ്ലി ദി പ്രോസസ് ഓഫ് ഡിസ്റ്റിങ്വിഷിങ് ബിറ്റ്വീൻ റൈറ്റ് ആൻഡ് റോങ്. ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ തെറ്റും ശരിയും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റിനെ അല്ലെങ്കിൽ ഒരു ഫിലോസഫി അല്ലെങ്കിൽ ഒരു സ്ട്രീം, ഒരു ഏരിയ ഓഫ് സ്റ്റഡീനെയാണ് നമ്മൾ എത്തിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സൈബർ എത്തിക്സ് ഇസ് ക്വൈറ്റ് സിംപ്ലി ദി സ്റ്റഡി ഓഫ് എത്തിക്സ് ഓൺ ഇൻ്റർനെറ്റിലുള്ള എത്തിക്സിനെ കുറിച്ചാണ് നമ്മൾ സൈബർ എത്തിക്സിൽ സംസാരിക്കുന്നത്. ഓക്കെ, സൈബർ എത്തിക്സ് റെഫേഴ്സ് ടു ദ കോഡ് ഓഫ് സേഫ് ആൻഡ് റെസ്പോൺസിബിൾ ബിഹേവിയർ ഓൺ ദി ഇൻ്റർനെറ്റ്. സേഫായിട്ടും എങ്ങനെ റെസ്പോൺസിബിളി ബിഹേവ് ചെയ്യും. നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ആക്സസ് ഉണ്ടെങ്കിൽ നമുക്ക് തോന്നിയതുപോലെ ചെയ്യാൻ പറ്റില്ല, റൈറ്റ്? അതിന് നമുക്ക് കുറേ നിയമങ്ങളുണ്ട്. നിയമങ്ങൾ മാത്രമല്ല, യു ആർ നോട്ട് സപ്പോസ് ടു ബിഹേവ് ബാഡ്ലി ഇൻ പബ്ലിക്, അല്ലേ? ഒരു പൊതുസ്ഥലത്ത് നിങ്ങൾക്ക് അങ്ങനെ ഒരു മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയാനോ അല്ലെങ്കിൽ ബിഹേവ് ചെയ്യാനോ നമുക്കൊന്നും ചെയ്യാൻ പാടില്ല. അത് ചെയ്ത് കഴിഞ്ഞ് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ബ്രേക്കിംഗ് ദ റൂൾസ്, ഇറ്റ്സ് ഓൾസോ ഇൻഡീസെൻറ്റ്, ഇറ്റ്സ് ഓൾസോ കൺസിഡേർഡ് ബാഡ്, റൈറ്റ്? അത് തന്നെയാണ് ഈ എത്തിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Okay, cyber ethics is the discipline of using appropriate and ethical behavior and acknowledging moral duties and obligations pertaining to the online environments and digital media. എങ്ങനെ ബിഹേവ് ചെയ്യണം ഓൺലൈനിൽ, ദ ഡൂസ് ആൻഡ് ഡോൺസ്, ദ റൈറ്റ്സ് ആൻഡ് റോങ്. ഓക്കെ, ഇതെല്ലാതുമാണ് നമ്മൾ സൈബർ എത്തിക്സിൽ സംസാരിക്കുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് എ ബ്രീഫ് എക്സ്പ്ലനേഷൻ അബൌട്ട് സൈബർ എത്തിക്സ്. ഇനി നമ്മൾ നോക്കാൻ പോണത് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ദി IT ഇൻഡസ്ട്രി. IT ഇൻഡസ്ട്രിയിൽ നമുക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ്. വാട്ട് ആർ ദി വേരിയസ് ഓപ്പർച്യൂണിറ്റീസ്? ഓക്കെ, ഫസ്റ്റ് ഏരിയ ഓഫ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഇൻഫ്രാസ്ട്രക്ചർ ഔട്ട്സോഴ്സിംഗ് ആണ്. നൗ ഈ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് നമുക്ക് ഇനി മുന്നോട്ട് കാണുന്ന കുറേ കാര്യങ്ങളാണ്. ഓക്കെ, വൺ സച്ച് തിങ് ഈസ് ഇൻഫ്രാസ്ട്രക്ചർ ഔട്ട്സോഴ്സിംഗ്. പലപ്പോഴും ഇതൊരു പുതിയ ഏരിയ എന്ന് പറയാൻ പറ്റില്ല. ഇറ്റ്സ് കൈൻഡ് ഓഫ് ലൈക്ക് ബെസ്റ്റ് വേ ടു അണ്ടർസ്റ്റാൻഡ് ദിസ് ഈസ് ഏറ്റവും സിമ്പിൾ സെൻസിൽ പറയുകയാണെങ്കിൽ, എനിക്കൊരു കാറില്ല. ഓക്കെ, ഇമാജിൻ ഐ ഡോണ്ട് ഹാവ് എ കാർ. I need to travel from point A to point B. So rather than buying a car for this, I can hire a taxi, അല്ലെങ്കിൽ I can get an auto, right? എനിക്ക് പോയിന്റ് എയിൽ നിന്ന് പോയിന്റ് ബിയിലേക്ക് പോകണം, റൈറ്റ്? ഇൻഫ്രാസ്ട്രക്ചർ ഔട്ട്സോഴ്സിംഗ് എന്നും പറയുന്നത് ഏകദേശം ഇതേപോലെ തന്നെയാണ്. ഐ ഡോണ്ട് ഹാവ് ദി സർട്ടൻ ഇൻഫ്രാസ്ട്രക്ചർ ടു ഗെറ്റ് ദി തിങ്സ് ഡൺ. പക്ഷേ എന്നിരുന്നാൽ പോലും എനിക്കൊരു കാര്യം ചെയ്തു തീർക്കണം. എൻ്റെ ബിസിനസ് റൺ ചെയ്യണമെങ്കിൽ എനിക്കൊരു കാര്യം ചെയ്തു തീർക്കണം. അപ്പം ഞാനത് എനിക്ക് ആ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടെങ്കിലേ കാര്യങ്ങൾ നടക്കുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാത്തത് കൊണ്ട് ഐ വിൽ ഔട്ട്സോഴ്സ് ദ വർക്ക് ടു അനദർ എൻറ്റിറ്റി. ഓക്കെ,
സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഹാർഡ്വെയർ സപ്പോർട്ടാണ്. ഓക്കെ, ഹാർഡ്വെയർ സപ്പോർട്ട് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, വെൻ വി ബൈ എക്വിപ്മെൻറ്റ്സ് ഐ ടി റിലേറ്റഡ് ഈ പറഞ്ഞിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറൊക്കെ മേടിക്കുമ്പോൾ അതിനോട് ചേർന്നിട്ട് സെർവർ ആവാം, കമ്പ്യൂട്ടേഴ്സ് ആവാം ഓഫീസിലേക്ക്, അല്ലെങ്കിൽ എന്താ പറയുക എനിത്തിങ് ഇപ്പോൾ ഒരു 3D പ്രിൻ്റർ ആവാം, അല്ലെങ്കിൽ ഒരു ഇമേജിംഗ് ഡിവൈസ് ആവാം, റെക്കോർഡിംഗ് ഡിവൈസ് ആവാം, ഓക്കെ എനിത്തിങ്. അപ്പോൾ ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള സപ്പോർട്ട് സിസ്റ്റംസ്, ഇപ്പം നിങ്ങളാണെങ്കിൽ പോലും നിങ്ങളൊരു പി സി വാങ്ങി, ആ പി സിക്ക് ആവശ്യമായിട്ടുള്ള ഹാർഡ്വെയർ സപ്പോർട്ട് തരുന്നതാരാ? ആ പി സി പലപ്പോഴും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത ആൾക്കാർ അല്ലേ. ആ ഇൻസ്റ്റാൾ എന്തെങ്കിലും കേട് വരുമ്പോൾ നമ്മൾ ആ ഇൻസ്റ്റാൾ ചെയ്ത ആൾക്കാരെ വിളിക്കും, ചേട്ടാ എൻ്റെ ലാപ്പിന് അല്ലെങ്കിൽ എൻ്റെ കമ്പ്യൂട്ടറിന് പ്രശ്നമുണ്ട്. സോ ഐദർ യു ടേക്ക് ദ ലാപ്പ് ടു ഹിം ഓർ ഹീൽ കം ആൻഡ് സർവീസ് ഇറ്റ് അറ്റ് ഹോം, റൈറ്റ്? അത് ഹാർഡ്വെയർ സപ്പോർട്ട്. നെക്സ്റ്റ് ഏരിയ എന്ന് പറയുന്നത് ഐ ടി കൺസൾട്ടിംഗ് ആണ്. ഓക്കെ, ഐ ടി കൺസൾട്ടിംഗ് എന്ന് പറയുന്നത് ബേസിക്കലി ഇൻഡസ്ട്രീസിന് അല്ലെങ്കിൽ ഓർഗനൈസേഷൻസിന് ദേ വോണ്ട് ടു എക്സ്പാൻഡ് ദെയർ ബിസിനസ്, അല്ലെങ്കിൽ ദേ വോണ്ട് ഹാവ് എ മോർ ഓൺലൈൻ പ്രസൻസ്, അല്ലെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ പോലെ അവർക്ക് ഓൺലൈൻ വഴി ഓൺലൈൻ മീഡിയ വഴി ബിസിനസ് ചെയ്യണം, ഓക്കെ, മീഡിയംസ് വഴി ബിസിനസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ എല്ലാത്തിലും ഈ പറഞ്ഞ ഐ ടി കൺസൾട്ടിംഗ് ആണ് വരുന്നത്. കൺസൾട്ടിംഗ് എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല, ദേ ആസ്ക് ദെയർ ഒപ്പീനിയൻ ഹൗ ടു ഗോ അബൌട്ട് ദിസ് ഏരിയ. കാരണം ഈ പറഞ്ഞിട്ടുള്ള കമ്പനികൾക്ക് ചിലപ്പോൾ അതിനെക്കുറിച്ച് ഭയങ്കരമായിട്ടൊരു നോളജ് ഉണ്ടാവില്ല. സോ ഇവിടെയാണ് കൺസൾട്ടൻസ് വരുന്നത്, അഡ്വൈസേഴ്സ്. ഓക്കെ, ദെൻ BPO, ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിങ്. ഏറ്റവും ലൈറ്റായിട്ട് നമ്മൾ BPOനെ കുറിച്ച് പറയുന്നത് വേറെ ഒന്നുമില്ല, ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിങ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, മാനേജ്മെൻറ്റ് പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്നുണ്ട് ബിസിനസ്സിൽ ഒരുപാട് പ്രോസസ്സുകളുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് മാനേജ്മെൻറ്റ് പോയിൻ്റ് ഓഫ് വ്യൂ ഓഫ് ദി മാനേജ്മെൻറ്റ്. അതല്ലാണ്ട് ബിസിനസ് റൺ ചെയ്യണമെങ്കിൽ കുറച്ച് പ്രോസസ്സുകളുണ്ട്. ഓക്കെ, പലപ്പോഴും ഈ BPO എന്ന് പറയുമ്പോൾ ഒറ്റയടിക്ക് എല്ലാവരുടെയും മനസ്സിലോടി വരുന്നത് കസ്റ്റമർ കെയർ എന്നൊരു പരിപാടിയാണ്. കസ്റ്റമർ കെയർ ഈസ് ആക്ച്വലി വെരി ഇമ്പോർട്ടൻറ്റ് ഇൻറ്റഗ്രൽ പാർട്ട്. നമ്മൾ സാധനങ്ങൾ വിറ്റാൽ മാത്രം പോരാ, വിറ്റ് കഴിഞ്ഞിട്ട് കസ്റ്റമറുടെ ഫീഡ്ബാക്ക് നോക്കണം, കസ്റ്റമർ ഹൗ ആർ ദേ ഹാപ്പി ഓർ നോട്ട് എന്ന് നോക്കണം. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. സോ അത് ഈ പറയുന്ന BPO എന്ന് പറയുന്നത് ഇപ്പോൾ അബ്രോഡ് കൺട്രീസ്, പ്രത്യേകിച്ച് US പോലത്തെ കൺട്രീസിലൊക്കെ ദേ പ്രൈമർലി ഗിവ് ദെയർ കോളിംഗ് ആക്ടിവിറ്റീസ്. അവർക്ക് അവിടെ ഒരു കോൾ സെൻറ്റർ വെച്ചിട്ട് കാര്യങ്ങൾ റൺ ചെയ്യുന്നതിനേക്കാളും ഒത്തിരി ചീപ്പറാണ് ഈ പറഞ്ഞിട്ടുള്ള ഇന്ത്യ പോലത്തെ കൺട്രീസിലേക്ക് ആ കോൾ സെൻറ്റേഴ്സ് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ വരുന്നത് ഇവിടുത്തെ BPO എന്ന് പറയുന്നത് ബൂമിങ് ഇൻഡസ്ട്രി. പിന്നെയുള്ളത് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് നെറ്റ്വർക്ക് ഇൻറ്റഗ്രേഷൻ സർവീസസ്. ഇവിടെ ഈ ഒരു പോയിന്റിൽ നമ്മൾ അല്ലെങ്കിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ബേസിക്കലി ഇറ്റ് ഫോക്കസസ് ഓൺ സിനർജി. ഓക്കെ, സിനർജിയുടെ കൺസെപ്റ്റ് വളരെ സിമ്പിളാണ്. സാധാരണഗതിയിൽ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 1+1 = 2, റൈറ്റ്? പക്ഷേ സിനർജി എന്ന് പറയുമ്പോൾ 1+1 is greater than 2 എന്നുള്ള കൺസെപ്റ്റാണ്. Now I'll make you understand how it happens. 1 എന്നൊരു ഇൻഡിവിജ്വലും another 1 എന്ന് പറഞ്ഞൊരു വേറൊരു കോമ്പണൻ്റ് ഉണ്ട്. ഇതിൻ്റെ 2 എണ്ണം കൂടുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് എക്സ്പെക്റ്റഡ് ലെവൽ is 2. പക്ഷേ വെൻ ദേ വർക്ക് ടുഗെദർ ഇൻ എ റിയലി ഗുഡ് മാനർ ദേ ആർ ഏബിൾ ടു പ്രൊഡ്യൂസ് മോർ ദാൻ 2 ഔട്ട്പുട്ട്. അതിനെയാണ് സിനർജി എന്ന് പറയുന്നത്. ഈ കാര്യത്തിലാണെങ്കിൽ പോലും ഇൻഫ്രാസ്ട്രക്ചർ നെറ്റ്വർക്കും വെച്ചിട്ട് സെപ്പറേറ്റ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഉണ്ട് ടു മേക്ക് ദി മാക്സിമം അല്ലെങ്കിൽ ടു ഗെറ്റ് ദി മാക്സിമം ഔട്ട്പുട്ട് ഫ്രം ദി ഇൻഫ്രാസ്ട്രക്ചർ. ഈ പറഞ്ഞിട്ടുള്ള നെറ്റ്വർക്ക് ബേസ്ഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് കൊണ്ടുവരുന്നു, ദെയർ ബൈ ഇൻക്രീസിങ് ദി ടോട്ടൽ ഔട്ട്പുട്ട് ദാൻ ദാറ്റ് ഓഫ് ദി സം ഓഫ് ദി ഇൻഡിവിജ്വൽസ്. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ദ നെക്സ്റ്റ് ഏരിയ ഓഫ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻസ് ആൻഡ് സോഫ്റ്റ്വെയർ റിലേറ്റഡ് സർവീസസ്. അതൊരു ഗ്രോയിങ് ഏരിയ ആണ്. കാരണം തൊട്ടേനും പിടിച്ചതിനും ഇപ്പോൾ നമുക്ക് എല്ലാത്തിനും ആപ്സ് ആണ് പ്രിഫർ ചെയ്യുന്നത്. ഡു യു ഹാവ് എൻ ആപ്പ് ഫോർ ദാറ്റ്? ഈ ഒരു കാര്യത്തിന് ആപ്പ് ഉണ്ട്. നിങ്ങൾക്കൊരു ബിസിനസ് ഉണ്ട്, ആ ബിസിനസ്സിൻ്റെ ആപ്പ്, സോ ദാറ്റ് യുവർ കസ്റ്റമേഴ്സ് ആർ എൻഗേജ്ഡ്. ഇതെല്ലാം തന്നെ വളരെ ബൂമിംഗ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്. ഗെയിംസിന് ആപ്പ് വർക്ക് ചെയ്യുന്നു, ഓരോ പ്രൊഡക്ടിവിറ്റി കാര്യങ്ങൾക്ക് ആപ്പ്, വായിക്കാനായിട്ടൊരു ആപ്പ്, എൻ്റർടൈൻമെൻറ്റിന് ആപ്പ്. സീ എവറിത്തിങ് ഹാസ് എൻ ആപ്പ് റൈറ്റ് നൗ. നെക്സ്റ്റ് വൺ ഇസ് ഹാർഡ്വെയർ. ഹാർഡ്വെയർ എന്ന് പറയുന്നത് ഏറ്റവും സിംപ്ലസ്റ്റ് സെൻസിൽ ഇറ്റ് ഈസ് ദി ബോഡി. ഓക്കെ, ഐ.ടിയുടെ ആ ബോഡി, ഫിസിക്കൽ പാർട്ട് വിച്ച് വി ക്യാൻ ടച്ച് ആൻഡ് ഫീൽ. നൗ ഐ.ടിയിൽ സിൻസ് ഐ.ടി ഈസ് ഇൻക്രീസിങ് ആൻഡ് ഗ്രോയിങ് ആൻഡ് ഇറ്റ്സ് കീപ്പിംഗ് ഓൺ ചേഞ്ചിങ്, ഇറ്റ്സ് ഇവോൾവിങ്. അതുപോലെ തന്നെ ഹാർഡ്വെയർ ഒരു ഇവോൾവിങ് മേഖലയാണ്. ഓക്കെ, ദർ ഇസ് എ ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് വെൻ ഇറ്റ് കംസ് ടു ക്രിയേറ്റിംഗ് ബെറ്റർ PCs, ബെറ്റർ സെർവേഴ്സ്, ബെറ്റർ ലാപ്ടോപ്സ്, ഡിഫറെൻറ്റ് സൈസസ്. ഇപ്പോൾ അൾട്രാ ബുക്സ് പോലത്തെ സാധനങ്ങളൊക്കെ, അതേപോലെ ടാബ്ലറ്റ് PCs എല്ലാം ഡിഫറെൻറ്റ് ഹാർഡ്വെയർ ഏരിയാസ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ഹാർഡ്വെയർസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നത്. ഓക്കെ, നൗ സിൻസ് വി കവേർഡ് ദി ഓപ്പർച്യൂണിറ്റീസ്, ലെറ്റ്സ് മൂവ് ഓൺ ടു ദി ത്രെറ്റ്സ്. മേജർ ത്രെറ്റ്സ് നമ്മൾ ഫേസ് ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ഫെയിലിയേഴ്സ്. ഈ പറയുന്ന ത്രെറ്റ് എന്ന് പറയുന്നത് ന്യൂ ത്രെറ്റ്സ് മാത്രമല്ല, ദീസ് ഹാവ് ബിൻ ദെയർ സിൻസ് IT ഹാസ് സ്റ്റാർട്ടഡ്, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഡിജിറ്റൽ ബൂം വന്നു തുടങ്ങിയതിന് ശേഷം തൊട്ടുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ഫെയിലിയർ വലിയൊരു ത്രെറ്റാണ്. നിങ്ങളുടെ സിസ്റ്റം ഫെയിൽ ആവുക, അല്ലെങ്കിൽ സിസ്റ്റം റൺ ചെയ്യാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഫെയിൽ ആവുക. ദീസ് ആർ ജെനുവിൻ ത്രെറ്റ്സ്. സെക്കൻഡ് വൺ, മാൽവെയർ എന്ന് പറയുന്നത് മലീഷ്യസ് സോഫ്റ്റ്വെയർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. മലീഷ്യസ് സോഫ്റ്റ്വെയർ എന്ന് ഉദ്ദേശിക്കുന്നത് സോഫ്റ്റ്വെയർ വിച്ച് ഇസ് ക്രിയേറ്റഡ് വിത്ത് ദ സോൾ പർപ്പസ് ഓഫ് ഹാമിങ് അനദർ പേഴ്സൺസ് computer. Okay, these malware or viruses, they all come under the category of cybercrime commit ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാധാരണഗതിയിൽ ഈ പറഞ്ഞിട്ടുള്ള വൈറസുകൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് another one, വൈറസ് എന്ന് പറയുന്നൊരു കമ്പ്യൂട്ടർ കോഡാണ് വിച്ച് സ്പ്രെഡ്സ് ഫ്രം വൺ ഹോസ്റ്റ് കമ്പ്യൂട്ടർ ടു അനദർ. ഓക്കെ, ദെൻ സ്കാംസ് ആൻഡ് ഫിഷിംഗ്. ഈ പറഞ്ഞ പോലെ തട്ടിപ്പുകൾ, ഓൺലൈൻ തട്ടിപ്പുകൾ ഇഷ്ടം പോലെ തന്നെ വരുന്നുണ്ട്. Maybe if you guys might have been already exposed to a scam. ഏതെങ്കിലും ഒരാൾ വിളിച്ച് പറഞ്ഞ് നിങ്ങളുടെ ATM കാർഡ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, സെക്യൂരിറ്റി ത്രെറ്റ് ഉണ്ട്, പ്ലീസ് ഗിവ് us your OTP. I personally have at least had about 4 such encounters. Okay, so these are another area of threats. And last one, human error. Okay, regardless how much of technological development we've done or anything, human error is one area which we can't counter for. Okay, നമുക്ക് കുറേ ചെക്സും ചെക്ക് പോയിന്റുകളൊക്കെ ചെയ്യാം സോ ആസ് ടു മിനിമൈസ് ദി ഹ്യൂമൻ എറർ. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും എൻട്രി ലെവലിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പർട്ടിക്കുലർ ലെവലിൽ ഹ്യൂമൻ എറർ വന്നു കഴിഞ്ഞാൽ അത് ദി എൻറ്റയർ സിസ്റ്റം അത് ബാധിക്കും. ഓക്കെ, so we've covered the threats, we've covered opportunities in IT, we've covered what is cyber ethics, we've covered what is cyberspace. Okay, so thank you.